നിസ്കരിക്കാൻ പറയും. കഴിയാം ഇടക്കിടക്ക് പറയും. പിന്നെ ആ വഫാത്തിൻ്റെ സമയത്ത് തന്നെ തങ്ങൾ ഒരു പേടി കടലാസം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ചില കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ശേഷം ചില ആൾക്കാരെ അങ്ങോട്ട് ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ എഴുതി തരാറുണ്ട്. അപ്പോൾ ഒരു കുട്ടന് അത് വേണ്ട, നമുക്ക് ഇവിടെ ഖുർആൻ ഹദീസൊക്കെ അല്ലേ, ഇപ്പം തങ്ങളതിനെ ബുദ്ധിമുട്ടിരിക്കണ്ട, കൊണ്ടുപോയി കൊടുക്കണം തങ്ങൾ ചോദിച്ചാലേ. പിന്നെ അത് നടന്നുകൊണ്ടിരിക്കാൻ അതിന് ഒരു തരം അത് വേണ്ട, തങ്ങൾക്ക് സുഖമില്ലാത്ത നേരത്തെ അങ്ങോട്ട് അങ്ങോട്ട് നീച്ചു പോയിടാം. ഒരു മനുഷ്യൻ്റെ കാര്യം ഒരു പ്രവാചകന്റെയും അടുക്കൽ പിന്നെ തർക്കം ഉണ്ടാക്കുക, ശബ്ദം ഉണ്ടാക്കുക, അത് ഭൂഷണം നീച്ചു പോയി നമ്മൾ കാട്ടി പറഞ്ഞു. പിന്നെ തങ്ങൾ തന്നെ പറഞ്ഞു. പിന്നെ പ്രസിദ്ധം ഒരിക്കൽ ഇതിൻ്റെ മുമ്പ് തന്നെ ആയിഷാബിനോട് പറഞ്ഞു, അങ്ങനെ എൻ്റെ വാപ്പാനെയും ആങ്ങളെന്നെ വിളിച്ചു അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ അല്ലേ വേണ്ട, അതിപ്പോൾ സിദ്ദീഖിനല്ലാതെ ജനങ്ങൾ ആരും അംഗീകരിക്കും. ഇങ്ങനെ ഒരുപാട് സൂചനകൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അധികാരത്തിൻ്റെ ആൾ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ സംഗതികളൊക്കെ ഉണ്ടാകുമല്ലോ. അല്ലാണ്ട് എല്ലാ ആൾക്കാർക്കും ഇല്ലാന്നൊന്നും പറയാനൊന്നും അത് കേട്ടോ കേട്ടോടൊക്കെ അറിയുന്നുണ്ടാവും. അതപ്പോൾ ഞാൻ പറഞ്ഞത് അധികാരത്തിൻ്റെ അവർക്ക് ഇങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണ് മനസ്സിലൊക്കെ. അപ്പം അതിനെ വിട്ടിട്ടില്ല, അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ചുരുക്കത്തിൽ ശരിക്കും ജനാധിപത്യ രൂപത്തിലുള്ളൊരു സംവിധാനത്തിലൂടെയാണ് സിദ്ദീഖ് അധികാരം വന്നത്. പിന്നെ സിദ്ദീഖിന്റെ ശേഷമുള്ള അധികാരം അത് മൂപ്പരുടെ ഒറ്റ വ്യക്തിത്വം കൊണ്ടിട്ടുണ്ടായതാണ്. എൻ്റെ ശേഷം ആരാണ്? ഉമർ. ആ ഉമറിനെ അംഗീകരിച്ചു പോകണം. ഇതൊരു ജനാധിപത്യം എന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. എൻ്റെ ശേഷം ഉമർ റളിയല്ലാഹു വഫാത്താവുമ്പോൾ ഒരാറ് ആൾക്കാരെ ചോദിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് വിവേചനത്തിലൂടെ പിന്നെ ഉമർ പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഇങ്ങനെ കുറച്ച് 6 ആൾക്കാർ. ഇവരിൽ നിന്ന് ആരെയാണ് തെരഞ്ഞെടുക്കുന്ന വിവരത്തിൽ അങ്ങനെ 4 പേരും പിൻവാങ്ങി. എനിക്ക് വേണ്ട. പിന്നെ രംഗത്തുണ്ടായിരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാനും അലി റളിയല്ലാഹു അൻഹും. രംഗത്ത് എന്ന് പറഞ്ഞാൽ കഴിയും വേണമെങ്കിൽ ഞാൻ നിൽക്കാം, അതല്ല, അതൊരു മത്സരമല്ല. അപ്പം അതിലടുത്ത് റഹ്മാൻ ബിൻ ഔഫ് എന്ത് ചെയ്തു? ഓരോ വീടാന്തരം കയറി ഇറങ്ങി. ഇവിടെ 6 ആൾക്കാരെയാണ് മറന്നവരെ ഏൽപ്പിച്ചിരുന്നത്. അതിൽ 4 ആൾക്കാർ പിൻവാങ്ങി. അതിലൊന്ന് ഞാൻ തന്നെയാണ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. നിങ്ങളെ അഭിപ്രായം എന്താണ്? ആരാ വേണ്ടത്? ഇപ്പം അലി പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അവർ 2 പേരാണ് ഇപ്പം രംഗത്തുള്ളത്. ആരെയാ വേണ്ടത്? അയാളുടെ അഭിപ്രായം ഓരോ വീട്ടുകാരും ഇറങ്ങിയിട്ട് രാത്രി ആളറിയാതെ മുമ്പിൽ ഭൂരിപക്ഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഭൂരിപക്ഷം ആൾക്കാരൊക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നവർക്കാണ് ഭൂരിപക്ഷം. അപ്പോൾ പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാനേ നമ്മുടെ ഇവിടെയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി ഓരോരുത്തരുടെ അഭിപ്രായം ശേഖരിച്ചിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആയിക്കോട്ടെ എന്നാണ്. ആയിക്കോട്ടെ, എനിക്കതിനകത്ത് എതിർപ്പ്. എനിക്ക് കഴിയൂല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. എന്നെ ആക്കുകയാണെങ്കിൽ കാര്യം ഞാൻ ഉറപ്പായിട്ടും അത്രേ ഉള്ളൂ. മുപ്പരിക്കാട് പോലും ആയിക്കോട്ടെ, എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെയാണ് എതിർന്നത്. പിന്നെ അവിടെ നിന്ന് എന്താണ് പ്രശ്നം? മുപ്പരം കൊന്നു. അവസാനം 12 കൊല്ലം ഭരിച്ചു കേട്ടോ. സിദ്ദീഖ് എന്നവര് 2 കൊല്ലവും 3 മാസവും, ഉമർ എന്നവര് 10 കൊല്ലവും 6 മാസവും, പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നവര് 12 കൊല്ലം. പിന്നെ
കടിമുടിയോട് കൂടിയിട്ട് ഒരു 5 കൊല്ലം അലി റളിയല്ലാഹു അൻഹു. ഇപ്പൊ 29 കൊല്ലായി. നബി പറഞ്ഞിരിക്കുന്നത് ഖിലാഫത്തു ബഅദി 30 സന. ഇതിന്റെ ശേഷം ഖിലാഫത്ത് 30 കൊല്ലം ഉണ്ടാവുള്ളൂ. വഅദദാലിക രാജഭരണമായിരിക്കും. അത് കഴിഞ്ഞാൽ ഖിലാഫത്ത് പോകും. ഖലീഫ എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ പ്രതിനിധി. നബിതങ്ങൾ എങ്ങനെ ഭരിച്ചോ അങ്ങനെ, അതാ ഖലീഫ. മുലൂക്ക് എന്ന് പറഞ്ഞാൽ രാജഭരണം, രാജാക്കൾ. അപ്പൊ അത് ഏതാണ്? അലി റളിയല്ലാഹു അൻഹുവോട് കൂടിയിട്ട് 29 കൊല്ലായി. സിദ്ദീഖിന്റെ 3 മാസത്തെ പോട്ടെ, 2 10 12 12 24 5 29. പിന്നെ ഹസൻ എന്നവര് ഒരു 6 മാസം അലി റളിയല്ലാഹു മകൻ മൂപ്പരെ കൊന്നു. മറ്റേ കൊന്നു. പിന്നെ ഹസനാണെന്ന് മൂപ്പരുടെ മകനാണ് വന്നിരിക്കുന്നത്. അയാളുമായിട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനായിട്ട് ശക്തിയായിരുന്നു. 6 മാസം കഴിഞ്ഞ ശേഷം മൂപ്പര് സമയത്ത് അയാൾ ഒഴിവായി. ഈ തർക്കം ശരിയല്ല എന്ന് വെച്ച് ഒരുപാട് നിബന്ധനകളൊക്കെ വെച്ച് കൊണ്ടിട്ട് മൂപ്പരുടെ കാര്യങ്ങളൊക്കെ വെച്ച് മൂപ്പര് ഒഴിവായി. ഈ 6 മാസം കൂടി കൂട്ടിയ 30 പക്ഷെ അത് നമ്മൾ ഖുലഫാഉർ റാഷിദീൻകളെന്ന് പറയാം. എന്താ ഈ 6 മാസം എന്നുള്ളത് എണ്ണാൻ മാത്രം ഇല്ലല്ലോ. അതുകൊണ്ടിട്ട് ഖിലാഫത്ത് 30 വർഷം ഇവരെ കൊണ്ടിട്ട് അവസാനിച്ചു. അവിടുന്ന് പിന്നെ മുലൂക്ക് അധികാരങ്ങൾ ഇങ്ങനെ രാജഭരണം. ഭരണകൂടമാണ്. ഉമയ്യ ഭരണത്തിന്റെ തലവനാണ്. ഉമയ്യത്താണ്. ഉമയ്യത്തിലേക്ക് നിസ്ബയാണ് ഉമയ്യ എന്ന് പറയുന്നത്. അതുപോലെ ഗോത്ര തലവനാണ്. അല്ലെ മുആവിയ റളിയല്ലാഹു അൻഹു. അത് നമ്മൾ ചരിത്രം അമവിയാക്കൾ അങ്ങനെ പറയും. ഒരുമായിട്ട് സന്ധിയിലാകുകയാണ് ഹസൻ എന്നവർ ചെയ്തത്. ഹിജ്റ 41 വർഷത്തിൽ. ഇപ്പൊ നിമിതങ്ങൾ തന്നെ തങ്ങളുടെ ജീവിതകാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ബിനി ഹാദാ സയ്യിദ്, എൻ്റെ ഈ മോൻ വലിയ നേതാവാണ്. അവനെ കൊണ്ട് ബൈനൽ ഫരീഖൈനിൽ അദീമൈൻ, 2 വലിയ പാർട്ടികളുടെ അടുക്ക് രണ്ടിപ്പുണ്ടാക്കുന്ന വലിയ നേതാവാണ് എൻ്റെ ഈ മോൻ. ഹസൻ എന്നവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കഥകളൊക്കെ അവർ പറഞ്ഞു.